എങ്ങനെയാണ് ഓൺലൈനിൽ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത്, മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇറ്റ് ഈസ് പോസിബിൾ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രൂവൺ ആയിട്ടുള്ള 4 ഇൻകം മെത്തേഡുകളാണ്. ഓൺലൈൻ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന 4 സോഴ്സുകളാണ്. നമ്മൾ പലപ്പോഴും ഓൺലൈൻ ഏണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് സ്കാമാണ്, അതൊരു തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോകാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ, നമ്മൾ ആദ്യം ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് ഇതൊക്കെ തപ്പിപ്പിടിച്ച് പോകുമ്പോൾ നമ്മൾ ഈസി മണി മേക്കിംഗ് ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും നോക്കുന്നത്. പണിയെടുക്കാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ നമ്മൾ പലപ്പോഴും ചെന്ന് കയറുന്നത് സ്കാം സൈറ്റുകളിലായിരിക്കും. സർവേ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉഡായിപ്പ് പരിപാടികൾ ചെയ്യുക, അങ്ങനെയുള്ള സൈറ്റുകളിലായിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും മണി ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന, ശരിക്കും ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന 4 ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രൂവൺ ഓൺലൈൻ മെത്തേഡ്സ് ആണ്. അതിനുമുമ്പ് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റീലെവൽ ബൈ അൺഅക്കാഡമിയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇന്നൊരു നല്ല ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പാടാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ടയർ 2 അല്ലെങ്കിൽ ടയർ 3 കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങുന്നതെങ്കിൽ നമ്മുടെ സിവിയും റിസീവിയും ഒന്നും ആമസോണും സ്വിഗ്ഗിയും പോലുള്ള കമ്പനികളുടെ ആദ്യ സ്റ്റേജിൽ തന്നെ കടന്നു കിട്ടാൻ നല്ല പാടാണ്. അവിടെയാണ് റീലെവൽ സെലക്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കടന്നു വരുന്നത്. റീലെവൽ സെലക്ട് എന്ന് പറയുന്നത് ഒരു 5-day ഇവൻ്റ് ആണ്. ഈ 5-day ഇവൻറ്റിൽ മോയിൻഗേജ്, വിങ്ങിഫൈ, ടൈംസ് നെറ്റ്വർക്ക്, ഹിപ്റ്റോ അങ്ങനെയുള്ള മികച്ച കമ്പനികളിലേക്കാണ് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നത്. അതും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഇവിടെ നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല, സ്കിൽസ് ആണ് നോക്കുന്നത്. ഈ ടെസ്റ്റിലൂടെ പ്ലേസ്മെന്റ്സ് കിട്ടുന്നു എന്ന് മാത്രമല്ല, ഈ ടെസ്റ്റിൽ നമ്മൾ ടോപ്പ് സ്കോറേഴ്സ് ആണെങ്കിൽ 30,000 രൂപയോളം വരുന്ന ഡെയിലി പ്രൈസസും നമുക്ക് കിട്ടും. ടോപ്പേഴ്സ് ആവുന്നവർക്ക് മാക്ബുക്കും iPhone 13ഉം iWatchും എല്ലാം ഗിഫ്റ്റ്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പ്രഥം മിശ്രയുടെ സ്റ്റോറി ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് കോഡിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സയൻസിൽ ഗ്രാജുവേറ്റ് ചെയ്തു. പക്ഷേ പ്ലേസ്മെന്റിന്റെ സമയത്ത് കോളേജിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സാലറി പാക്കേജ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രൗഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം റീലെവൽ ഫ്രണ്ട് എൻഡ് ടെസ്റ്റ് എഴുതുകയും വിങ്ങിഫൈയുടെ ഒരു നല്ല പൊസിഷനിലേക്ക് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമുക്ക് സ്കിൽസ് ഉണ്ട് എന്ന് മാത്രമാണ്. ഇനി അങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ് റീലെവൽ സെലക്ട്. കഴിഞ്ഞ ഒരു മാസം തന്നെ 36 ലക്ഷം രൂപയുടെ ജോബ്സ് ആണ് ഓരോ ദിവസവും റീലെവൽ നേടിക്കൊടുത്തുകൊണ്ടിരുന്നത്. ജൂൺ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ റീലെവൽ സെലക്ടിന് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ടെസ്റ്റുകൾ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് ആൻഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ അവസരം പരിഗണിക്കുക, മിസ്സാക്കാതിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ച് ഗോ ആൻഡ് ബുക്ക് യുവർ സ്ലോട്ട്സ് നൗ. റീലെവൽ ബൈ അൺഅക്കാഡമി. ഓക്കെ, ഇനി ഓൺലൈൻ മണി മേക്കിങ്ങിൻ്റെ ഒന്നാമത്തെ മെത്തേഡാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു സ്കില്ല് അറിയാം, അപ്പം ആ സ്കില്ലിന് വേണ്ടിയിട്ട് നീഡുള്ള മറ്റൊരാളുണ്ട്, അയാൾ നമുക്ക് വേണ്ടിയിട്ടൊരു പേയ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ഫ്രീലാൻസിങ് സൈറ്റുകൾ പോലെ, ഫിവർ, അപ്വർക്ക് പോലെയുള്ള ഫ്രീലാൻസിങ് സൈറ്റുകളിൽ ഈ വർക്ക് ആവശ്യമുള്ളവർ, ജോബ് ആവശ്യമുള്ളവർ, നീഡുള്ളവർ, അവർക്കിങ്ങനെ ഒരു എഡിറ്ററിനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ആളെ വേണം, ഇതാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വർക്ക് റിക്വയർമെൻറ്റ്സ് ഇടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗിഗ്സ് ക്രിയേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഐ എം എ വീഡിയോ എഡിറ്റർ, എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയാം, എൻ്റെ എമൗണ്ട് ഇത്രയാണ്, എൻ്റെ എക്സ്പെർട്ടൈസ് ലെവൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഗിഗ്സ് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് വരുന്നതനുസരിച്ച് നമുക്ക് ഈ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഈ ഫ്രീലാൻസിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻ്റർനാഷണൽ ക്ലയൻസിനെ കിട്ടും. അതായത് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് നിന്നും, എസ്പെഷ്യലി USA പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ക്ലയൻസിനെ കിട്ടും. പക്ഷേ നമുക്കതനുസരിച്ച് നമ്മുടെ ചെയ്യുന്ന വർക്കിന് ഒരു ക്വാളിറ്റി വേണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, അതേ ജോലി നമ്മൾ ഇവിടെ ചെയ്താൽ കിട്ടുന്നതിനേക്കാളും ഇച്ചിരിയുടെ കൂടുതലായിരിക്കും. ഇറ്റ് വുഡ് ബി എ ഗുഡ് എമൗണ്ട്. അതെന്ത് സ്കില്ലുമായിപ്പോട്ടെ, ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആവാം, ഗ്രാഫിക് ഡിസൈനിങ് ആവാം, അല്ലെങ്കിൽ അതിലും താഴെയുള്ള ചില സ്കില്ലുകൾ പോലും ആവാം. ഇത്തരം എക്സ്പെർട്ടൈസ് വേണ്ടാത്ത സ്കില്ലുകൾ പോലും ആകാം. ഈ ഡോളറിൽ പേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ തുടങ്ങിയ സമയത്ത് $10 വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് വർക്ക്സ് ചെയ്ത് ഓർക്കുന്നുണ്ട്. $10 എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഇറ്റ്സ് സം ഗുഡ് എമൗണ്ട്. ആ ഒരു വർക്കിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ഒരിക്കലും ആ ഒരു എമൗണ്ട് കിട്ടില്ല. അതാണ് ഫ്രീലാൻസിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണം. നമുക്ക് നല്ല വാല്യൂ ഉള്ള ക്ലയൻസിനെ കിട്ടും. അതുപോലെ തന്നെ നമുക്കുള്ള ഏത് സ്കില്ലും നമുക്ക് ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, കോഡിംഗ് ആയിക്കോട്ടെ, വോയിസ് റെക്കോർഡിംഗ് ആയിട്ട്, ഇനി ഓൺലൈൻ ടൈപ്പിംഗ് ആയിക്കോട്ടെ, എക്സൽ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാൻവിൽ ഡിസൈൻസ് ബിൽഡ് ചെയ്യുന്നതായിക്കോട്ടെ, ഇവിടെ ഒന്നിന് ലിമിറ്റേഷൻസ് ഇല്ല. ആകെ ഒരൊറ്റ ലിമിറ്റേഷനേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. നമ്മൾ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലയൻസിനെ കിട്ടാൻ നല്ല പാടാണ്. കാരണം
നമുക്ക് വർക്ക് ചെയ്ത വർക്കുകൾ കാണിക്കാനില്ല, നമുക്ക് കീഴിൽ കമൻസ് ഇല്ല, നമുക്ക് ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടില്ല, റേറ്റിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഈ ഇഷ്യൂസ് എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലയൻസിന് കിട്ടാനായിട്ട് പാടാണ്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഗിവ് ഫ്രീ വർക്ക്, അല്ലെങ്കിൽ മാക്സിമം മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഗിഗ് പ്ലേസ് ചെയ്യുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ടേംസും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും നല്ലൊരു ക്വാളിറ്റിയുള്ള രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. പക്ഷേ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലയൻസിനെ കിട്ടും. ആൻഡ് ഓൾസോ ഫ്രീലാൻസിങ് ഇസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ഇൻകം മാത്രമല്ല, വേണമെങ്കിൽ നമ്മുടെ മെയിൻ ഇൻകം സോഴ്സ് ആയിട്ട് പോലും മാറ്റാവുന്നതാണ്. ഐ മീൻ ആഫ്റ്റർ എ സ്റ്റുഡൻറ്റ് നമ്മൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ സൈഡായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് ഇറ്റ് ഹാസ് ബിഗ് പോസിബിലിറ്റീസ് ഫ്രീലാൻസിങ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് കോണ്ടന്റ് ക്രിയേഷൻ. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം കോണ്ടന്റ് ബൂം നടക്കുന്ന സമയമാണ്. അതായത് എല്ലാ കമ്പനികളും, അത് ഇൻ്റർനാഷണൽ കമ്പനീസ് ആയിക്കോട്ടെ ഇന്ത്യൻ കമ്പനീസ് ആയിക്കോട്ടെ, കോണ്ടന്റ് മാർക്കറ്റിലേക്ക് ഒരുപാട് പണം ഇറക്കുന്നുണ്ട്. വീഡിയോ കോണ്ടൻറ്റ്സ് ആയിക്കോട്ടെ, റൈറ്റപ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഇറ്റ് ഈസ് ഹൈലി സ്കിൽഡ് ഇൻ ടുഡേയ്സ് വേൾഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടൻറ് ക്രിയേഷനിലൂടെ ഒരു ഇൻകം ഏൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയില്ല. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലോഗിങ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുക, എവറിത്തിങ് ഹാസ് എ പോസിബിലിറ്റി. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ നല്ല ഫോളോവേഴ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് അവർക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കിട്ടുന്നതും ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ് കിട്ടുന്നതും ഇതിലൂടെ എല്ലാം വരുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ സ്റ്റാർട്ടിങ് ഫ്രം സീറോ. ആൻഡ് അവിടെ നിന്ന് നമ്മളൊരു ഗ്രോത്തിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് എമൗണ്ട് ഓഫ് ടൈം. അതൊരു നല്ല സമയമാണ്, നല്ല ക്ഷമ വേണം. നമ്മൾ ചിലപ്പം മടുത്തു പോകും. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിഷ്ടമുള്ളൊരു ഫീൽഡായിരിക്കണം നമ്മൾ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, ആ ഫീൽഡിലായിരിക്കണം നമ്മൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്പേഴ്സ് ആദ്യം വന്നില്ലെങ്കിലും നമുക്കൊരു ലോങ് ടേം ഗെയിം ആണെന്നുള്ള രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തൊട്ടേ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. വെറുതെ ക്ലിക്ക് ബൈറ്റുകളിട്ടും അങ്ങനെ നമ്മുടെ ഒരു ക്വാളിറ്റി നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വ്യൂസ് കയറുമായിരിക്കും, പെട്ടെന്നുള്ള ഒരു കുതിപ്പൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇൻ ഫ്യൂച്ചർ നമുക്കൊരു ഫോളോയിങ്, ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഫോളോവർഷിപ്പ് ഇല്ലാണ്ട് പോകും. അതുപോലെ തന്നെ നല്ല ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടാനും അതുകൊണ്ട് തന്നെ നല്ല പാടായിരിക്കും. സോ നമ്മൾ കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബ്ലോഗിങ് ചെയ്യുന്നതായിക്കോട്ടെ, സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് ബിൽഡിങ് എ ബ്രാൻഡ് എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് ഈ ഒരു കോണ്ടൻറ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. പെർ വീക്ക്ലി ഒരു ടൈം സെറ്റ് ചെയ്ത് വൺ കോണ്ടൻറ്റ് പെർ വീക്കോ അല്ലെങ്കിൽ 3 കോണ്ടൻറ്റ്സ് പെർ വീക്കോ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഫോളോവർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിൽ ഒത്തിരി റിസോഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഗോ ആൻഡ് ലേൺ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് സെൽ ഓൺലൈൻ. ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഒരു ഫീൽഡാണ്. നമ്മളൊക്കെ ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ക്രാഫ്റ്റ്സ് ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു സാധനം മേടിക്കുന്നില്ല, പക്ഷേ നമ്മളൊരു കമ്പനിയുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു ഓർഡർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ വെയർഹൗസിൽ നിന്ന് അവർ ആ സാധനം ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഷിപ്പ് ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഡർ ശേഖരിക്കുന്ന ഒരാളായിട്ട് നിൽക്കും. പക്ഷേ അതേസമയം അത് നമ്മുടെ ഒരു സ്റ്റോറായിട്ട് തന്നെയായിരിക്കും നിൽക്കുക. നമ്മുടെ സ്റ്റോറിൽ നമ്മൾ വിൽക്കുന്നത് പോലെ തന്നെയായിരിക്കും ഈ കസ്റ്റമർക്ക് ഈ സാധനം ചെല്ലുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആമസോണിൻ്റെ കാര്യം വിട്ടുപോയത്. ആമസോണിൽ നമുക്ക് ബിഗ് പോസിബിലിറ്റി സാധനം മേടിക്കുക, വിൽക്കുക എന്നുള്ളത്. ആമസോൺ ഇ കൊമേഴ്സൊക്കെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമല്ല, ഐ മീൻ ക്യാൻവ ഡിസൈൻസ് അല്ലെങ്കിൽ ഐക്കൺ, ടെംപ്ലേറ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇന്ന് മാർക്കറ്റുണ്ട്. CV ടെംപ്ലേറ്റ്സ് ആയിക്കോട്ടെ, ഡിസൈൻ ടെംപ്ലേറ്റ്സ് ആയിക്കോട്ടെ. ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ എമൗണ്ട് വരുന്നില്ല. ഈ സംഭവങ്ങൾക്കെല്ലാം ഇന്ന് മാർക്കറ്റുണ്ട്. സോ റിസർച്ച് അബൌട്ട് ഇറ്റ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, യൂസ് ചെയ്യുക. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം,
ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ഡിഫിക്കൽട്ട്. നല്ല ഗ്രൈൻഡിങ് നമുക്ക് ആ ഒരു ഫേസിൽ ഉണ്ടാവും. പക്ഷേ ഗീവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ലേണിംഗ് പ്രോസസ്സ് ഒരു സൈഡിൽ നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ എഫോർട്ടും ഇട്ടുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ വർക്ക്. ഇനി നാലാമത്തെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കുറേ കൂടി നമ്മൾ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലാത്തവർക്ക് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടീച്ച് ഓൺലൈൻ എന്ന് പറയുന്നത്. ഇന്ന് ഓൺലൈൻ ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒത്തിരി ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. ഒരുപാട് സൈറ്റ്സ് ഇതിന് വേണ്ടി തന്നെയുണ്ട്. Vedantu.com, Check.com. അപ്പം ഇങ്ങനെയുള്ള സൈറ്റുകളിലെല്ലാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും വിയറ്റ്നാമിലെ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പോലും ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓപ്പണായി കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയൊരു സൈറ്റ്സ് വിസിറ്റ് ചെയ്യുക, അവരുടെ പോളിസീസ് എന്താണെന്ന് അറിയുക, നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ള, നമുക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇവർ പ്രോമിസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി. പെർ ഡേ 2 hours to 4 hours ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മന്ത്ലി ഇൻകം 25,000 to 75,000 വരെയാണ് ഈ ഓൺലൈൻ ട്യൂട്ടർഷിപ്പിൻ്റെ റേഞ്ച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഈ സൈറ്റുകളിലൂടെ എല്ലാം പോയിട്ട് ഇവരുടെ എല്ലാ പോളിസീസൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന കുറച്ച് പേരെയെങ്കിലും എനിക്കറിയാം. ദാറ്റ്സ് വൈ ഐ എം ഷെയറിങ് ദിസ്. ഇതൊരു ലെജിബിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം നമ്മൾ ഈ ഓൺലൈനിലേക്ക് മണി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അതിപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫ്രീലാൻസിങ് ആയിക്കോട്ടെ, രണ്ടാമത് പറഞ്ഞ കോണ്ടൻറ്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, മൂന്നാമത് പറഞ്ഞ കൊമേഴ്സിലൂടെയുള്ള സെയിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഓൺലൈൻ ടീച്ചിങ് ആയിക്കോട്ടെ, ഇതെല്ലാം ടൈം എടുക്കുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ അവരെ ആർക്കും നമ്മളെ അറിയില്ല, നമ്മുടെ പ്രൊഫഷൻസി എന്താണെന്ന് അറിയില്ല, നമുക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല. സോ ആദ്യം നമ്മൾ പതുക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം, കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം, നമ്മൾ ആദ്യം എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്ത് തുടങ്ങണം. ആ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇൻ ഓൺലൈൻ ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഫേസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാടാണ്. സോ ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാം ലോങ് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഇതെല്ലാം ഇതിൽ 1-2 എണ്ണമൊക്കെ ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരെണ്ണം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് പിന്നെ ഇത് ട്രൈ ചെയ്യാം എന്ന രീതിയിൽ വെക്കണ്ട. കാരണം ഇതെല്ലാം ലോങ് ടൈം പ്രോജക്ട്സ് ആയതുകൊണ്ട് ഏതാണ് ആദ്യം കിക്ക് ഓഫ് ചെയ്യുക, ടേക്ക് ഓഫ് ചെയ്യുക എന്ന് നമുക്കറിയില്ല. സോ എല്ലാം ഓപ്പൺ ചെയ്ത് വയ്ക്കുക, എല്ലാം ഏതെങ്കിലുമൊക്കെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ ഫ്രീലാൻസിങ് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയതും യൂട്യൂബ് തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. പക്ഷേ എനിക്ക് യൂട്യൂബിലാണ് ഗെയിൻ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഫ്രീലാൻസിങ് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി യൂട്യൂബിലേക്ക് ഇടാനായിട്ട് തുടങ്ങി. അപ്പം നമ്മളങ്ങനെ ഒരുമിച്ച് ചെയ്ത് നോക്കുന്നതും നല്ലൊരു കാര്യമാണെന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓൺലൈൻ മണി മേക്കിങ്ങിൽ ഒത്തിരി അബദ്ധങ്ങളുണ്ട്, ഒത്തിരി പണി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലെജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൺലൈൻ മണി മേക്കിംഗ് എന്ന് പറയുമ്പം അതൊരു സ്കാമായിട്ട് കാണണ്ട. കാരണം ഇറ്റ് ഈസ് എ ട്രൂത്ത്. നമുക്ക് ഓൺലൈൻ മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് എളുപ്പമുള്ള മണിയോ ഫാസ്റ്റ് മണിയോ ഒന്നുമല്ല, വർക്ക് വേണ്ട മണി തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്. സോ ഇഫ് യു ലൈക്ഡ് ദ കണ്ടൻറ്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻകം ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. സോ അത്രയൊക്കെ ഉള്ളൂ. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയറിംഗ് ഫ്രീക്ക്.